കൊച്ചിയിലെ ബാറിൽ ആ രാത്രി സംഭവിച്ചത് എന്താണ്? ഗുണ്ടാ നേതാവ് ഔറംഗസേബ് എന്തിനാണ് സംഘർഷത്തിനിടെ അവിടെ എത്തിയത്? ബാർ ആക്രമണ കേസിലെ രണ്ടാം പ്രതിയും നടിയുമായ അലീന തുറന്നു പറയുന്നു. ആക്രമണത്തിൻ്റെ കാരണം, കാറിൽ നിന്ന് വടിവാളെടുത്തതിൻ്റെ സത്യാവസ്ഥ, ഔറംഗസേബുമായുള്ള ബന്ധം. മരട് പോലീസിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് അലീന ഉന്നയിക്കുന്നത്. പോലീസ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്നും നടിയും മോഡലുമായ അലീന എബ്രഹാമിൻ്റെ പരാതിയിലുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഈ മാസം 16-ാം തീയതി രാത്രി വൈറ്റിലയിലെ ബാറിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു നടിയും മോഡലുമായ അലീനയും സുഹൃത്തുക്കളും. അതിനിടെ ഒരാൾ അലീനയെ ശല്യം ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ തുടക്കം. ഒരു 50-55 വയസ്സ് വരും ഒരു ആള് മദ്യപിച്ച്, നല്ല രീതിയിൽ മദ്യപിച്ച്. ഓൾറെഡി നമ്മൾ പോയ സമയത്ത് അവിടെ നിപ്പുണ്ട്. ഞങ്ങൾ കയറി അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി തൊട്ടടുത്തിരുന്ന വേറെ ഗേൾസിൻ്റെ അടുത്തും അങ്ങോട്ട് പോവുക, ചെറുതായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്യുക, ലിപ്പ് വെച്ചിട്ടുള്ള കുറേ ബാഡായിട്ട്, അത്രയും ബാഡായിട്ടുള്ള കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടായിരുന്നു. എൻ്റെ കൂടെ നിന്ന് ഒരാൾ പോയി ചോദിച്ചിരുന്നു, എൻ്റെ പെങ്ങളാണ്, നിങ്ങൾ കുറേ നേരമായാലും ഇത് തുടങ്ങിയിട്ട്, എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ച് തീർന്നില്ല. അവിടെ ബാറിലുണ്ടായിരുന്നവരല്ല, കസ്റ്റമറായിട്ട് കുറേ പേര് പുറത്തിരിപ്പുണ്ടായിരുന്നു. ഇതിലൊരു 6-7 പേര് എണീറ്റ് വന്നിട്ട് ആദ്യം ഇങ്ങോട്ട് എന്താടാന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ടും അത് ഷൗട്ടാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനിടയിൽ പറയുന്നുണ്ട്, ചേട്ടാ വിട്ടേക്ക്, കുഴപ്പമില്ല, നമ്മൾ പ്രശ്നമൊന്നുമില്ല, വിട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാക്സിമം ഇഗ്നോർ ചെയ്തിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴും ഈ ചെയ്തുകൊണ്ടിരുന്ന ആള് പതുക്കെ അങ്ങോട്ട് ബാക്കിലോട്ട് പോയിട്ട് ഇതിനുള്ളിലോട്ട് അങ്ങ് കയറി. ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഉള്ളിലോട്ട് അങ്ങ് കയറി. പുള്ളിയെ പിന്നെ ആ ഒരു സ്ഥലത്ത് കാണുന്നില്ല. ഈ കണ്ടുകൊണ്ടിരുന്ന ഒരു 6-7 പേര് പുള്ളിക്ക് വേണ്ടിയിട്ട് വരികയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ നല്ല രീതിയിൽ തല്ലുന്നുണ്ടായിരുന്നു. പിന്നാലെ ശല്യം ചെയ്ത ആളെ അലീനക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ചോദ്യം ചെയ്തു. അതോടെ കൂട്ടയടി. വടിവാളും ആയുധങ്ങളുമായി അലീനയും സുഹൃത്തുക്കളും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് CCTV ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അതേക്കുറിച്ച് അലീന തന്നെ പറയും. ഞങ്ങൾ മേളയ്ക്ക് പോയായിരുന്നു, മറൈൻ ഡ്രൈവ്. അവിടെ ഈ ടോയ്സ്, ഈ കത്തിയുടെ ആവട്ടെ, അതിൽ നമ്മുടെ വണ്ടിയിൽ ഈ ടോയ്സ് ഒരുപാടുണ്ട്. ഈ ടോയ് കുറേ സാധനം നടക്കുന്നില്ല, അവൻ എന്താണെന്നറിയാണ്ട് ഈ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇവരൊന്ന് പിന്മാറുമല്ലോ. കാരണം എൻ്റെ കൂടെ വന്ന എല്ലാവരുടെ ഫേസിന് ബ്ലഡ് അത്രയും ഉണ്ട്. ഫുള്ള് കണ്ണ് ചതഞ്ഞിട്ടുണ്ട്, മൂക്കിൻ്റെ സൈഡ് വളഞ്ഞ് പൊട്ടിക്കിടന്നിട്ടാണ് ബ്ലഡ് വരുന്നത്. എൻ്റെ കൈ ഞാനിങ്ങനെ പിടിച്ച് മടക്കി വെച്ചിട്ടുണ്ട്, കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് കാണിക്കുമ്പോഴാണ് ഇവർ ബാക്കിലോട്ട് ഓടുന്നത്. എല്ലാവരും ഓടി ഇതിനുള്ളിൽ കയറുന്നതും അങ്ങനെ പിന്നെ കുറച്ചൊന്ന് ആ അടിക്കൊരു ശമനം വരുന്നത് ആ ഒരു സമയത്ത്. അല്ലാതെ ഈ പറയുന്ന പോലെ വാള് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. സംഘർഷം കനത്തതോടെയാണ് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ രംഗപ്രവേശം. തന്നെ മർദ്ദിച്ചതറിഞ്ഞാണ് ഔറംഗസേബ് ബാറിലെത്തിയതെന്നാണ് പെൺസുഹൃത്തായ അലീന പറയുന്നത്. ജെനുവിൻലി പറഞ്ഞാൽ ഈ പുള്ളിയും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഈ ഔറംഗസേബ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ കാര്യങ്ങളായിട്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. എനിക്കാവട്ടെ എൻ്റെ ഫാമിലിക്കാവട്ടെ നല്ല വൃത്തിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് പുള്ളിയുടെ ഫാമിലിയുടെ കൂടെയാണ്. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അറ്റ് ദ എൻഡ് പോർഷനിലാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട്, ഇപ്പം അലീനയുടെ കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴും പുള്ളിയോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ല. പുള്ളി വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളി വരുമ്പോഴാണ് ഈ കാണുന്ന നമ്മൾ ഈ ബ്ലഡിലൊക്കെ നിൽക്കുന്നത്. പുള്ളി എപ്പോഴും കാര്യം അന്വേഷിക്കുന്നില്ല. നമ്മളെ ഹോസ്പിറ്റലിൽ ആക്കുന്നതും പുള്ളിയാണ്. സംഘർഷം ഉണ്ടാക്കിയതിനു പിന്നിൽ മരണനീഷിന്റെ ഗ്യാങ് എന്നാണ് അലീനയുടെ ആരോപണം. തന്നെ ശല്യപ്പെടുത്തിയ ആൾക്കെതിരെയും ആക്രമിച്ചവർക്കെതിരെയും പോലീസ് കേസെടുത്തില്ല. മരട് പോലീസ് തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയെന്നും അലീന ആരോപിക്കുന്നു. ഇവരടിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അനീഷേട്ടൻ്റെ പിള്ളേരാണ് നമ്മൾ, ഇവിടെ വന്ന് നിൻ്റെയൊക്കെ കളി നടക്കുമോ? മരട് അനീഷൻ എന്നാണ് പിന്നെ ഞാൻ കേട്ടറിവ്. അപ്പോൾ ഈ അനീഷിൻ്റെ പിള്ളേരാണ് ഞങ്ങൾ, ഇവിടെ വന്ന് നിങ്ങളെ കളി നടക്കുമോ? അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചേട്ടൻ നമ്മുടെ ഭാഗത്തല്ല തെറ്റി, പുള്ളി ഫ്ലേർട്ട് ചെയ്തുകൊണ്ടല്ലേ ചേട്ടാ എന്ന് പറയുമ്പോഴും എന്നെ പച്ചയ്ക്ക് നല്ല തെറി വിളിക്കുക. ആ നിന്ന പയ്യന്മാരിൽ 2-3 പേര് എന്നെ കുറേ തെറി വിളിക്കുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പാട് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് നമ്മൾ കാണുന്ന ഒരാളാണ് പോലീസ് എന്ന് പറയുന്നത്. ഈ സുധീർ എന്ന് പറയുന്ന പോലീസ് നേരെ വരുന്നു. ഞാനീ പറയാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കാലെടുത്ത് വെക്കുന്നതും ഷെയ്ൻഷാ എന്ന് പറയുന്ന ചെക്കൻ ഈ ഓൾറെഡി അവന് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് എടുത്തിട്ട് ഇങ്ങനെ കിടക്കുക. ഈ പൊട്ടിയിരിക്കുന്ന മൂക്കിൻ്റെ ആ സൈഡിൽ അടിക്കുകയാണ് ചെയ്ത്. കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിനി അലീന, കൊല്ലം സ്വദേശികളായ ഷഹിൻ ഷാ, അല്ലമീൻ എന്നിവരെ മരട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗുണ്ടാ നേതാവ് ഔറംഗസേബും വടിവാൾ കൊണ്ടുവന്ന തിരുവനന്തപുരം സ്വദേശി വൈഷ്ണവും ഒളിവിലാണ്. ഇവർക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുകയാണ്.
ന്യൂസ് 18 കൊച്ചി.